നടനും CPM MLA-യുമായ എം മുകേഷിന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു. മുകേഷിനെതിരെ കൂടുതൽ പേർ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വരുന്നതോടെ CPM-നുള്ളിലും കടുത്ത അമർഷം. CPM ജില്ലാ നേതൃത്വവും കൈവിട്ടു. MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അതേസമയം പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇവിടെ മന്ദിരത്തിൽ കണ്ണനായരുണ്ട്. കണ്ണൻ, പ്രതിപക്ഷ സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ CPM ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? തള്ളാൻ മുകേഷിനെ കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന നിലയ്ക്കാണോ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകൾ? സെക്രട്ടേറിയറ്റില് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ശബ്ദങ്ങൾ എന്താണ്? പരിങ്ങല്ലാവുകയാണോ മുകേഷിന്റെ സാഹചര്യം? സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് എം മുകേഷ് MLA-യും കൊല്ലത്തെ CPM നേതൃത്വവും കടന്നു പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് പോകില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. കാര്യം 1.5 വർഷം കൂടി മാത്രമാണ് MLA കാലാവധി ഉള്ളത്. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തലാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് അത് പാർട്ടിയെ വലിയ രീതിയിൽ അവമതിപ്പിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ CPM ജില്ലാ സെക്രട്ടറി യോഗത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ MLA മുകേഷിനെതിരെ ഉണ്ടായിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ മുകേഷിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നങ്ങളുണ്ട്. കാര്യം 2016-ൽ MLA ആയ ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ താൻ നേരിടാൻ തുടങ്ങിയത്. അതായത് CPM-ന്റെ MLA ആയതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ പാർട്ടി പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല. പാർട്ടിക്കകത്തും പുറത്തുമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു നിഗമനം കൂടി എം മുകേഷ് MLA-ക്കുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, സമാനതകളില്ലാതെ ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ എം മുകേഷിന്റെ MLA അടക്കമുള്ള ഈ രണ്ട് ആൾക്കാരും പോകുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളുടെ സമരം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് RYF നടത്തിയ സമരമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നുതളമുണ്ടായി. പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ ഹെൽമെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തെറിയുകയും ചെയ്തു. RYF-ന്റെ സംസ്ഥാന പ്രസിഡന്റ്